ക്രിസ്തുമസ് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ പള്ളികളിലും സിനഡ് കുർബാന ചൊല്ലണമെന്ന് സർക്കുലർ. സിനഡ് തീരുമാനം അനുസരിച്ച് അതിരൂപത മുന്നോട്ട് പോകണമെന്ന് വത്തിക്കാൻ പ്രതിനിധി നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച് ആർച്ച് ബിഷപ്പ് ബോസ്കോ പുത്തൂരിന്റെ സർക്കുലർ നാളെ പള്ളികളിൽ വായിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സുധീഷ് ഗോപാലുണ്ട് വിശദാംശങ്ങളുമായി. സുധീഷ്, കുർബാന തർക്കത്തിൽ ഏകദേശം ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുകയാണോ? വിശദാംശങ്ങൾ. വിഷ്ണു, ഇപ്പോൾ അതിലൊരു പരിഹാരത്തിലേക്ക് നീങ്ങുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ജനാഭിമുഖ കുർബാനയും അതോടൊപ്പം തന്നെ ഉള്ള തർക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും എല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചില ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരുന്നു. അത് ഫലം കാണാത്തതിന്റെ ഒരു പശ്ചാത്തലത്തിലാവണം ഇപ്പോൾ നിർബന്ധമായും ക്രിസ്മസ് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ പള്ളികളിലും സിനഡ് കുർബാന ചൊല്ലണം എന്ന ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത്. സിനഡ് തീരുമാനമനുസരിച്ച് അതിരൂപത മുന്നോട്ട് പോകണമെന്നും വത്തിക്കാൻ പ്രതിനിധി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നാളെ എല്ലാ പള്ളികളിലും ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ വായിക്കണമെന്നാണ് നിർദ്ദേശം. വിമത വിഭാഗവുമായി കുർബാന ഏകീകരണം സംബന്ധിച്ച് ചർച്ച പാളിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നിർദ്ദേശം വന്നത്. ഇത്തരം ആ ഒരു സർക്കുലറിലൂടെ എല്ലാ വിശ്വാസികളെയും അത് അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ വത്തിക്കാൻ പ്രതിനിധി ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. വിഷ്ണു, ക്രിസ്മസ് മുതൽ സിനഡ് കുർബാന ചൊല്ലണമെന്നാണ് സർക്കുലർ. നാളെ പള്ളികളിൽ സർക്കുലർ വായിക്കാനും നിർദ്ദേശമുണ്ട്. സുധീഷ് ഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.